എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിരട്ട വെച്ചിട്ട് ഒരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചിരട്ട എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ ബേസായിട്ട് ഒരു വൈറ്റ് പെയിൻ്റാണ് അടിക്കുന്നത്. ഞാൻ പെയിൻറ്റ് ചെയ്യുന്നതാണ് സ്ക്രീനിൻ്റെ പുറത്തായി പോയി, അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. ഇനി ഇത് ഉണങ്ങാൻ വെക്കാം. അപ്പം വൈറ്റ് പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം റെഡ് കളർ പെയിൻ്റാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് അടിക്കുന്നത്. അപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചിരട്ടയും ഈ 2-3 കളർ പെയിൻറ്റും മാത്രമേ വേണ്ടൂ. അപ്പം റെഡ് കളറ് ഞാൻ മൊത്തമായിട്ട് ഈ വൈറ്റിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇനി ആ പെയിൻ്റൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാത്രി ഉണങ്ങാൻ വെച്ചിട്ട് രാവിലെ എടുത്തതാണ്. അതാണ് ലൈറ്റിംഗ് ചേഞ്ച് ആയത്. ഇനിയിപ്പോൾ ഞാനൊരു മാർക്കർ വെച്ചിട്ട് ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പിക്ചറിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഞാൻ എന്താ വരയ്ക്കുന്നത്, എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഞാൻ ആംഗ്രി ബേർഡിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇപ്പം അതിൻ്റെ ബീക്കിൻ്റെ ആ ഒരു പോർഷൻ ഞാൻ യെല്ലോ കളർ കൊടുക്കുകയാണ്. അപ്പോൾ യെല്ലോ കളർ ഒരു പ്രാവശ്യം കൊടുത്തപ്പം വളരെ ലൈറ്റായി പോയി. അതായത് എന്താ പറയുക, താഴത്തെ റെഡ് ശരിക്കും എടുത്ത് കാണാനുണ്ടായിരുന്നു. അപ്പം പിന്നെ കണ്ണിന് ഞാൻ വൈറ്റ് കളർ കൊടുത്തു. അങ്ങനെ ഈ ഒരു ആംഗ്രി ബേർഡിനെ മൊത്തമായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫേസൊക്കെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു ഡബ്ല്യു എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരച്ചു. അതായത് അതിൻ്റെ തലയുടെ മുകളിൽ കാണുന്ന ഒരു സംഭവം ആണ്, ഒരു പൂ പോലെയുള്ള സാധനമാണ്. അപ്പോൾ അത് വരച്ചിട്ട് ഇതുപോലെ റെഡ് കളറ് പെയിൻറ്റ് ചെയ്തു.
പിന്നെ ഈ സാധനം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ താഴെ കുറച്ച് സ്പേസ്, അതായത് കാർഡ്ബോർഡിൽ കുറച്ച് സ്പേസ് വെക്കണം. അത് നമുക്ക് ചിരട്ടയിൽ ഒട്ടിക്കാനുള്ള ഒരു സ്പേസാണ് കേട്ടോ. അപ്പം അതിങ്ങനെ ബെൻഡ് ചെയ്ത്, അതായത് മടക്കിയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഒട്ടിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ മേലെയും പുറത്തേക്ക് കാണുന്ന ഭാഗത്തിനൊക്കെ നമുക്ക് റെഡ് കളർ ഫുള്ളായിട്ട് കൊടുക്കണം. നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു പോർഷൻ കളർ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞ കളർ ഭയങ്കരമായിട്ട് തിന്നായി പോയിന്ന്, അതിൻ്റെ മുകളിൽ കൂടെ ഒരു ലെയറും കൂടെ കൊടുക്കുകയാണ്. ഇപ്പോഴാണ് അത് കറക്റ്റായിട്ട് ആ ഒരു യെല്ലോ കാണാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ ബീക്കും ബ്രൗൺ കളർ ചെയ്തിട്ട് വലിയ ഒരു ലുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത് തലയിലുള്ള ആ ഒരു സാധനം ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ആംഗ്രി ബേർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ പല കളേഴ്സിലുള്ള ആംഗ്രി ബേർഡ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ ചിരട്ട വെച്ചിട്ടുള്ളതും പിസ്ത ഷെൽ വെച്ചിട്ടുള്ളതും ഒക്കെ ആയ കുറേ ക്രാഫ്റ്റ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.